ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 2024 പ്രധാനമായിട്ടുള്ള അവാർഡുകളാണ് കേട്ടോ. കേരളത്തിന്റെ ആയാലും കേന്ദ്രത്തിന്റെ ആയാലും ഏത് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അവാർഡുകളെ കുറിച്ച് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവാർഡുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തായാലും പഠിക്കണം. നമ്മൾ കായികത്തിന്റെ കേട്ടോ, നമ്മുടെ 2024 നമ്മുടെ സ്പോർട്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ അവാർഡ്സ് ആണ് കേട്ടോ. 2024 അവാർഡ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങൾ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ ഏതാണ്? കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ. ഓക്കെ, 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ MK സാനുവിനാണ്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവര് ആരൊക്കെയാണ്? ഡോക്ടർ S സോമനാഥും, അതായത് സയൻസ്, എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഭുവനേശ്വരി കാർഷിക രംഗം. ഓക്കെ, 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവര് ആരൊക്കെയാണ്? കലാമണ്ഡലം വിമല മേനോൻ കലയില്, ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കലിഗ്രാഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ, VK മാത്യൂസ് വ്യവസായ വാണിജ്യം. ഓക്കെ, ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയില് പോർച്ചുഗലില് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി നടൻ ആരാണ്? അതായത് ടൊവിനോ തോമസ് ആണ്. ചിത്രം ഏതാണ്? അദൃശ്യ ജാലകങ്ങൾ കേട്ടോ. ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേള. ഓക്കെ, അടുത്ത എന്താണ്? ജോൺ ലീ പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തെരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയില് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? പാപനാശം ബീച്ചാണ് കേട്ടോ. വർക്കലയാണ് പാപനാശം ബീച്ച്, വർക്കല. അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഡോക്ടർ ബിജു ആണ് അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ഓക്കെ, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സക്കറിയ. മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത്ത് പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? അത് ജോൺ ബ്രിട്ടാസിനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ PK രാധാമണി അക്ഷരോം കി സായി എന്ന പുസ്തകം. ഓക്കെ, അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിലാണ് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? അത് അമൃത പ്രീതമാണ്. അമൃത പ്രീതമാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ ആരാണ്? AP നാരായണൻ പെരുവണ്ണാൻ. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? KK ഗംഗാധരനാണ് കേട്ടോ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥകളു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഓക്കെ, സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS ചിത്രയ്ക്കാണ്. മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം നേടിയ ഗായിക ആരാണ്? ലതാ മങ്കേഷ്കറിന്റെ ദേശീയ പുരസ്കാരം മധ്യപ്രദേശിന്റെ ആരാണ്? KS ചിത്രയാണ്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രസിന് അർഹനായത് ആരാണ്? സന ഇർഷാദ് മട്ടു ആണ് കേട്ടോ. അർഹയായത് കേട്ടോ, സന ഇർഷാദ് മട്ടു ആണ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂര് ഏത് ജില്ലയിലാണ്? അത് ഇടുക്കി ജില്ലയിലാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് കിരീടം നേടിയ ജില്ല ഏതാണ്? കഴിഞ്ഞ വർഷത്തെ കിരീടം നേടിയത് ആരാണ്? അത് കണ്ണൂരാണ്. വേദി എന്ന് പറയുന്നത് കൊല്ലമാണ്. ഓക്കെ, കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ ആരാണ്? അത് സുരേന്ദ്രൻ നായരാണ്. ഓക്കെ, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? PN ഗോപികൃഷ്ണൻ. കവിതാ സമാഹാരം കവിത മാംസഭോജിയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. കവിത മാംസഭോജിയാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണത്? സാറാ ജോസഫിനാണ്. നോവൽ ഏതാണ്? എസ്തർ ആണ് കേട്ടോ. എസ്തർ ആണ്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് MK സാനു ആണ്. ഓക്കെ, കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021
2001 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ ആരാണ്? PR കുമാര കേരളവർമ്മ. ആരാണ്? PR കുമാര കേരളവർമ്മ. ഓക്കെ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. NS മാധവനാണ്. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. കൃതി ഏതാണ്? രൗദ്രം സാത്വികം. ഓക്കെ, രൗദ്രം സാത്വികം. 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചരുവിൽ. നോവൽ ഏതാണ്? കാട്ടൂർ കടവ്. ഓക്കെ. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളി വിവർത്തക ആരാണ്? വൃന്ദാവർമ്മയാണ്. വൃന്ദാവർമ്മ. ഓക്കെ. പ്രശസ്ത നാടക നടൻ ഒച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി Dr. S. ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവല് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയ മലയാളി ആരാണ്? ഡോക്ടർ വൃന്ദ വർമ്മയാണ് കേട്ടോ. മലയാറ്റൂർ ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹയായ രജനി സുരേഷിന്റെ കൃതി ഏതാണ്? വള്ളുവനാടൻ വിഷുക്കുടുക്ക. വള്ളുവനാടൻ വിഷുക്കുടുക്ക. ഓക്കെ. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് ആരാണ്? M. മുകുന്ദനാണ്. M. മുകുന്ദനാണ്. ഓക്കെ. ആർദ്രം ട്ടോ. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് എറണാകുളമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് പേരാമ്പ്ര കോഴിക്കോടാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് മണിയുടെ എറണാകുളമാണ്. മികച്ച മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് പൊന്നാനി മലപ്പുറമാണ്. മികച്ച കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണേ. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സുബിൻ അമ്പിത്തറ. ഓക്കെ, സുബിൻ അമ്പിത്തറയിലാണ് കാവ്യ സമാഹാരം ഉച്ചാന്തല മേലെ. ഓക്കെ, ഉച്ചാന്തല മേലെ. P. ഭാസ്കരൻ ഫൗണ്ടേഷന്റെ 2024 P. ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാഘവനാണ്. രാഘവൻ. ഓക്കെ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ തപസ്യ കലാസാഹിത്യ വേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MGS നാരായണനാണ്. MGS നാരായണൻ. ഓക്കെ. കലാസാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? M. മുകുന്ദനാണ്. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2024 നേടിയത് ആരാണത്? T. പത്മനാഭനാണ്. T. പത്മനാഭനാണ്. പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇടവേള ബാബുവാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പൊതുമലയൻ എന്ന കൃതി ആരുടേതാണ്? പൊതുമലയൻ എന്നുള്ള കൃതി ആരുടേതാണ്? അത് MB ജനാർദ്ദനന്റേതാണ്. ആരുടെയാണ്? MB ജനാർദ്ദനന്റേതാണ്. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തുളസീവനം R. രാമചന്ദ്രൻ നായർ. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KP രാമനുണ്ണിയാണ്. കൃതി ഏതാണ്? ഹൈന്ദവം. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി ആരാണ്? അത് പ്രതിഭ റായിയാണ്. ആരാണ്? പ്രതിഭ റായിയാണ്. 2024 ONV യുവസാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? ദുർഗാ പ്രസാദാണ്. ആരാണ്? ദുർഗാ പ്രസാദാണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണത്? റഫീഖ് അഹമ്മദാണ്. ആരാണ്? റഫീഖ് അഹമ്മദാണ്. കമുകറ ഫൗണ്ടേഷന്റെ കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രഭാവർമ്മയാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമ നടി ആരാണത്? ഷീലയാണ്. ഷീല. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? S. സോമനാഥനാണ്. ISRO ചെയർമാൻ. ഓക്കെ. പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരാണത്? ജഗതി ശ്രീകുമാറാണ്. ഓക്കെ. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗ്രേസിക്കാണ് കേട്ടോ. പെൺകുട്ടിയും കൂട്ടരും. ഓക്കെ. അപ്പൊ അടുത്തത് 54ാമത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഏതാണ് ഇയർ എന്ന് പറയുന്നത്? 54ാമത് സംസ്ഥാന
ചലച്ചിത്ര പുരസ്കാരം. ഓക്കെ, 2024 നൽകുന്നത്, 2023 അവാർഡുകളാണ് നൽകുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ മികച്ച ചിത്രം. ഓക്കെ, മികച്ച ചിത്രം ഏതായിരുന്നു? കാതൽ ദിക്കോർ. ആരാണ് സംവിധാനം? ജിയോ ബേബി. മികച്ച നടൻ പൃഥ്വിരാജാണ്, ആടുജീവിതം. മികച്ച നടി ഉർവശി, ഉള്ളൊഴുക്ക്. ബീന ആർ ചന്ദ്രൻ, തടവ്. ഓക്കെ, മികച്ച സംവിധായകൻ ആരാണ്? ബ്ലസ്സി ആണ്, ആടുജീവിതം ബ്ലസ്സി. മികച്ച രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഇരട്ടയാണ്, ഇരട്ട. മികച്ച സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രൻ, പെമ്പുള ഒരുമൈ, പെമ്പുള ഒരുമൈ. ഓക്കെ, മികച്ച സ്വഭാവ നടൻ ആരാണ്? വിജയരാഘവനാണ്, പൂക്കാലം. മികച്ച തിരക്കഥ ആടുജീവിതം ബ്ലസ്സി. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണൻ, ഇരട്ട. ഓക്കെ, മികച്ച പിന്നണി ഗായകൻ ആരാണ്? വിദ്യാധരൻ. മികച്ച പിന്നണി ഗായിക ആൻ ആമി. ഓക്കെ, മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്, ചാവേർ. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. മികച്ച ശബ്ദമിശ്രണമാരാണ്? റസൂൽ പൂക്കുട്ടി, ശരത് മോഹൻ, ആടുജീവിതം. ഓക്കെ, മികച്ച ബാലതാരം ആൺവിഭാഗത്തിൽ ആരാണ്? അവ്യുക്ത് മേനോനാണ്, അവ്യുക്ത് മേനോൻ, പാച്ചും അത്ഭുത വിളക്കും. മികച്ച ബാലതാരം പെണ്ണിൽ വരുന്നത് തെന്നൽ, ശേഷം മൈക്കിൾ, ഫാത്തിമ. ഓക്കെ, മികച്ച ചലച്ചിത്രം ഗ്രന്ഥം. ഓക്കെ, ഏതാണ്? മഴവിൽ കണ്ണിലൂടെ, മലയാള സിനിമ, കിഷോർ കുമാർ. ഓക്കെ, മികച്ച ചലച്ചിത്ര ലേഖനം ഏതാണ്? അത് ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ, ഡോക്ടർ രാജേഷ് MRന്റേതാണ്. ഓക്കെ, സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക പരാമർശം ശാലിനി ഉഷാദേവി എന്നെന്നും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അവാർഡ്സ് കേട്ടോ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023. ഓക്കെ, അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കറിന്റെ, ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കറിന്റെ ആത്മകഥ ഏതാണ്? ന്യൂസ് റൂം, ഒരു മാധ്യമ പ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ. പി കേശവദേവ് ട്രസ്റ്റിന്റെ 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്, അടൂർ ഗോപാലകൃഷ്ണനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ആരാണ്? ഡോക്ടർ KG പൗലോസ് ആണ്. ഓക്കെ, 2024 കേന്ദ്ര സാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചതാർക്കാണ്? ഉണ്ണി അമ്മയമ്പലം. നോവൽ ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട്. ഓക്കെ, തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആരാണ്? MN കാരശ്ശേരിയാണ്. ഓക്കെ, ബഷീർ അമ്മ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരി ആരാണ്? KA ബീനയാണ്. നാടകകൃത്തും നോബൽ സമ്മാന ജേതാവുമായ ഹറോൾഡ് പിന്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻപിന്റർ പുരസ്കാരം. ഓക്കെ, പെൻപിന്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് അരുന്ധതി റോയ്ക്കാണ്. ഓക്കെ, ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? മോഹൻലാലാണ്. ഓക്കെ, മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൽപ്പറ്റ നാരായണൻ. ഓക്കെ, തിരഞ്ഞെടുത്ത കവിതകൾ. ഓക്കെ, മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹരിത സാവിത്രി. ഓക്കെ, നോവൽ എന്താണ്? സിൻ എന്നുള്ളതാണ് നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിവസം എന്താണ്? മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? N രാജനാണ്. ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഓക്കെ, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത് ആർക്കാണ്? CL ജോസിനാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 IV ദാസ് പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ M ലീലാവതി. ഓക്കെ, 2022 മുകുന്ദൻ. ഓക്കെ, 2022 M മുകുന്ദനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത് ആരാണ്? ഹരിത സാവിത്രിയാണ്. നോവല് സിൻ എന്ന് പറയുന്നത്. ഓക്കെ, സംസ്ഥാനത്ത് 50 വർഷം പിന്നിട്ട ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള EMS പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കാട്ടാമ്പള്ളിയാണ് കേട്ടോ. യുവജന സമാജം ഗ്രന്ഥശാല കൊല്ലം, യുവജന സമാജം ഗ്രന്ഥശാല കൊല്ലം. ഓക്കെ, 2024 വയോസേവന അവാർഡുകൾ ഏതൊക്കെയാണ്? മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മികച്ച മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ വൈക്കം, കല്യാശ്ശേരി, മികച്ച പഞ്ചായത്തുകൾ പീലിക്കോട്, കാസർഗോഡ്, കതിരൂര്, കണ്ണൂർ. ഓക്കെ, തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ബാസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടം ശ്രീധരനാണ്. ഓക്കെ, ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? T പത്മനാഭനാണ്. ആരാണ്? T പത്മനാഭനാണ്. 77ാമത് കാൻ ചലച്ചിത്ര മേളയിൽ
ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? പായൽ കപാഡിയാണ്. പായൽ കപാടി. ഓക്കെ. 77ാമത് കാൻ ചലച്ചിത്രമേളയിലെ UN സർട്ടേൺ റിഗാർഡ് വിഭാഗത്തിലെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനസൂയ സെൻഗുപ്തയാണ്. ചിത്രം ദി ഷെയിംലെസ്. എന്താണ്? ദി ഷെയിംലെസ്. ഓക്കെ. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തില് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പായൽ കപാഡിയ. പായൽ കപാഡിയ. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ബ്രസീലിയൻ ചിത്രം. ഓക്കെ. സുവർണ ചകോരം ലഭിച്ച ബ്രസീലിയൻ ചിത്രമാണ് മാലു. സംവിധാനം പെഡ്രോ ഫ്രയറി. എന്താണ്? പെഡ്രോ ഫ്രയറി. ഓക്കെ. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഫർഷാദ് ഹാഷ്മിയാണ്. ഏതാണ് ചിത്രം എന്ന് പറയുന്നത്? മറിയം ദി ചിൽഡ്രൻസ് ആൻഡ് 26 others. ഓക്കെ. മികച്ച നവാഗത സംവിധാനത്തിനുള്ള രജത ചകോരം ലഭിച്ചത് ആർക്കാണ്? ക്രിസ്റ്റോബൽ ലിയോൺ ആൻഡ് ജോക്വിൻ ക്വേസിൻ. ഓക്കെ. ഏതാണ് ചിത്രം എന്ന് പറയുന്നത്? ദി ഹൈപ്പർ ബോറിയൻസ്. ഏതാണ്? ദി ഹൈപ്പർ ബോറിയൻസ് ആണ്. മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫീപ്രസി പുരസ്കാരം ഉൾപ്പെടെ 5 അവാർഡുകൾ നേടിയ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ കേട്ടോ. സംവിധാനം ചെയ്തതാരാണ്? ഫാസിൽ മുഹമ്മദ് ആണ്. ഓക്കെ. മികച്ച ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻ ഹൂയിക്കാണ്. ആൻ ഹൂയി. ഓക്കെ. കേരള ഹിന്ദി പ്രചാരസഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ കലാനിധി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. ഓക്കെ. കർഷക ക്ഷേമ വകുപ്പിന്റെ 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് CD രവീന്ദ്രൻ നായർക്കും കർഷക തിലകം ലഭിച്ചത് ബിന്ദു കെയ്ക്കുമാണ് കേട്ടോ. ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതത്തില് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 9 പുരസ്കാരങ്ങൾ ലഭിച്ചു. ആടുജീവിതത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം നേടിയ നടനാണ് KR ഗോകുൽ എന്ന് പറയുന്നത്. രാജസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള മേഘ്മണ്ഡൽ സംസ്ഥാൻ നൽകുന്ന 2024 രാജാ രവിവർമ്മ സമ്മാൻ ലഭിച്ച കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് മുരളി ചീരോത്ത് എന്ന് പറയുന്നത് കേട്ടോ. സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായിട്ടുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം 2024 നേടിയ കേരളത്തിലെ കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം. ഏതാണ്? തിരുവനന്തപുരം. 2024 സ്കൂൾ ശാസ്ത്രമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ ജില്ലയാണ് മലപ്പുറം. വേദി എവിടെയായിരുന്നു? ആലപ്പുഴയായിരുന്നു. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ആട്ടമാണ്. ആട്ടം. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആനന്ദ് ഏകർഷിയാണ്. ചിത്രം ആട്ടമാണ്. ചിത്രം ആട്ടമാണ്. ഓക്കെ. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? ബിജു മേനോനും വിജയരാഘവനുമാണ് കേട്ടോ. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സറിൻ ഷിഹാബും ശിവതയുമാണ്. സറിൻ ഷിഹാബും ശിവതയും. ഓക്കെ. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി N കരുൺ ആണ്. ഷാജി N കരുൺ. ഓക്കെ. ഇടശ്ശേരി സ്മാരക സമിതിയുടെ 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? R ചന്ദ്രബോസിനാണ്. ഓക്കെ. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KR മീരയ്ക്കാണ്. KR മീരയ്ക്കാണ്. കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള K ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതാണ്? പിങ്കള കേശിനി. പിങ്കള കേശിനി കേട്ടോ. മികച്ച പരിഭാഷാ കൃതിക്കുള്ള ക്രോസ്വേഡ് ബുക്ക് അവാർഡ് നേടിയ ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്ത സന്ധ്യാമേരിയുടെ നോവൽ ഏതാണ്? മരിയ ജസ്റ്റ് മരിയാണ്. മരിയ വെറും മരിയ. ഓക്കെ. ഫിക്ഷൻ വിഭാഗത്തില് ക്രോസ്വേഡ് പുരസ്കാരം നേടിയത് സഹറു നുസൈബ്ര കണ്ണനാരി. ഓക്കെ. ഇംഗ്ലീഷ് നോവൽ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ഓക്കെ. ആൻഡ് എ ഹാഫ് എന്നുള്ളത്. ബിസിനസ് മാനേജ്മെന്റ് വിഭാഗം രചനയ്ക്കുള്ള ക്രോസ്വേഡ് പുരസ്കാരം നേടിയത് ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ള. ചാണക്യാസ് 100 ബെസ്റ്റ് സൂത്രാസ്. ഓക്കെ. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് കേട്ടോ. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് 2022. പുരസ്കാരങ്ങൾ നോക്കാം. ഓക്കെ. മികച്ച ചിത്രം ഏതാണ്? ആട്ടമാണ്. മികച്ച ചിത്രം ആട്ടം. 2022 കേട്ടോ. മികച്ച ചിത്രം ആട്ടമാണ്. സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച നടൻ ആരാണ്? ഋഷഭ് ഷെട്ടി കാന്താര. മികച്ച നടി നിത്യ മേനോൻ തിരുച്ചുട്രമ്പലം. മാനസി പരേഖ് കച്ച് എക്സ്പ്രസസ്.
മികച്ച സംവിധായകൻ ബർജാത്യായ. ഓക്കെ, ബർജാത്യായ പൂഞ്ചൈ. മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷി ആട്ടം. മികച്ച ബാലതാരം ശ്രീപദ് മാളികപ്പുറം. മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാൻ പൊന്നിയിൻ സെൽവൻ 2. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? കാന്താരയാണ്. മികച്ച പിന്നണി ഗായിക എന്ന് പറയുന്നത് ബോംബെ ജയശ്രീ സൗദി വെള്ളയ്ക്ക. മികച്ച മലയാള ചിത്രം സൗദി വെള്ളയ്ക്ക. ഓക്കെ, 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാരാണ്? രാം ഭദ്രാചാര്യ. ഓക്കെ, രാം ഭദ്രാചാര്യ. 2024 ഇറാസ്മസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? അമിതാവ് ഘോഷാണ്. അമിതാവ് ഘോഷാണ്. ഓക്കെ, 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ പ്രധാനമന്ത്രിമാര് ആരാണ്? ചരൺ സിംഗും PV നരസിംഹറാവു. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഉറുദു കവി ആരാണ്? ഗുൽസാർ ആണ് കേട്ടോ. ഗുൽസാറാണ് ഉറുദു കവി. ഗുൽസാറിന്റെ യഥാർത്ഥ പേരെന്താണ്? സാംപൂരൻ സിംഗ്. എന്താണ്? സാംപൂരൻ സിംഗ്. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ ഉപപ്രധാനമന്ത്രി ആരാണ്? LK അദ്വാനിയാണ്. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ. ഓക്കെ, 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ ബീഹാർ മുഖ്യമന്ത്രി ആരാണ്? കർപ്പൂരി ഠാക്കൂർ ആണ് കേട്ടോ. കർപ്പൂരി ഠാക്കൂർ. മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ലഭിച്ച നടനാണ് ഷാറൂഖ് ഖാൻ. ജവാൻ സിനിമയ്ക്ക്. മികച്ച നടിക്കുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയത് നയൻതാരയാണ്. ജവാൻ. റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി നോർവേ. ഓക്കെ, മികച്ച സംവിധായകനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയത് സന്ദീപ് റെഡ്ഡി വങ്കയാണ് അനിമൽ എന്ന ചിത്രത്തിൽ. ഓക്കെ, സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയ മലയാള ഗായകനാണ് KJ യേശുദാസ് എന്ന് പറയുന്നത്. ഇസ്രയേൽ ബോംബാക്രമണത്തിന് ശേഷം ഗാസയിലെ ആശുപത്രി മോർച്ചയിൽ ഇനാസ് അബു എന്ന പലസ്തീനിയൻ യുവതി 5 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയുടെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2024 പുരസ്കാരം ലഭിച്ച ഫോട്ടോഗ്രാഫറാണ് മുഹമ്മദ് സലേ. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ 2024 ഇമ്പോർട്ടന്റ് ആണ്. PK വീരമണി ദാസൻ. ലോകാർണോ ചലച്ചിത്രമേളയില് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപാഡ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സിനിമാ നടൻ ആരാണ്? ഷാറൂഖ് ഖാൻ ആണ്. ഷാ പ്രൈസ് ഫൗണ്ടേഷൻ നൽകുന്ന കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് 2024 ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ് ആർ കുൽക്കർണി. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം 2024 നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? അലോക് ശുക്ല. ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ ISF 2024 പുരസ്കാരം ലഭിച്ച മലയാളിയാണ് പ്രൊഫസർ മഹ്മൂദ് കൂരിയ. 2023 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ ആരാണ്? സ്വാതി നായിക്കാണ്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയതാരാണ്? സഞ്ജന താക്കൂറാണ്. ചെറുകഥ ഐശ്വര്യ റായ്. 2024 ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരൻ ആരാണ്? കുറിഞ്ചി വേലൻ. 76ാമത് എമ്മി പുരസ്കാര ചടങ്ങില് മികച്ച ഡ്രാമ സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തത് ഷോഗനാണ്. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എമ്മി പുരസ്കാരങ്ങൾ നേടുന്ന സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഷോഗനാണ്. ഓക്കെ, ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഓക്കെ, ലോകമാന്യ തിലക് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തിക്കാണ്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റിയ സിംഹ. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ്. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജിയാണ്. കൃതി ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ഓക്കെ, JCB പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 25 ലക്ഷമാണ് കേട്ടോ.
ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി USA ആദരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. ഓക്കെ. 2024 ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. മികച്ച നടനുള്ള 2024 ഓസ്കാർ പുരസ്കാരം നേടിയത് കിലിയൻ മർഫിയാണ്. ഓപ്പൺഹൈമറിന് തന്നെയാണ് കേട്ടോ. അപ്പൊ മികച്ച നടി ആരാണ്? എമ്മ സ്റ്റോൺ ആണ് പുവർ തിങ്സിന്. അപ്പൊ മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ നോളൻ ആണ് ഓപ്പൺഹൈമറിന്. അണുബോംബിന്റെ സൃഷ്ടാവായിട്ടുള്ള ഓപ്പൺഹൈമറുടെ ജീവിതം പറഞ്ഞ ഓപ്പൺഹൈമർ എന്ന സിനിമയ്ക്ക് എത്ര ഓസ്കാർ പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 7 ഓസ്കാർ ആണ് ഓപ്പൺഹൈമറിന് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ആടുജീവിതത്തിലെ പശ്ചാത്തല സംഗീതത്തിന് പ്രശസ്തമായ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം നേടിയത് ആരാണ്? AR റഹ്മാനാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള രാംനാഥ് ഗോയങ്ക സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രമുഖ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിളിന്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് പായൽ കപാഡിയ. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മിഷേൽ ബഷലൈറ്റ് ആണ്. 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി സൂര്യബാല. കൃതി കൗണ്ട് ദേസ്കോ ബസി, വേണുക്കി ഡയറി. ഓക്കെ. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള മികച്ച സുവർണ മയൂരം ലഭിച്ച സിനിമയാണ് ടോക്സിക് എന്ന് പറയുന്നത്. സംവിധാനം സൗലെ ബ്ലിയു വൈറ്റേക്ക്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലെമന്റ് ഫാവോ. 53ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവര് വെസ്റ്റ മറ്റുലായിറ്റയും ലെവേറു പകായിറ്റയും. ഓക്കെ. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോഗ്ദൻ മുറാസെനും ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കം. ഓക്കെ. ചലച്ചിത്ര മേഖലയിൽ തന്നെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള സത്യജിത് റേ പുരസ്കാരം നേടിയത് ആരാണ്? അത് ഫിലിപ്പ് നോയിഡ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ബോളിവുഡ് താരം ഏതാണ്? അത് വിക്രാന്ത് മാസിയാണ് കേട്ടോ. വിക്രാന്ത് മാസി. ഓക്കെ. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ജെനി എർപെൻ ബെക്ക്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെനി എൻപെ ബെക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ജെനി എൻപെൻ ബെക്കിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഏതാണ്? കെയ്റോസ് ആണ് കേട്ടോ. കെയ്റോസ് ആണ് നോവൽ. കുവൈറ്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക്. ഓക്കെ. ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആൻജിനോ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഛായാഗ്രഹകൻ ആരാണ്? അത് സന്തോഷ് ശിവനാണ്. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മൈക്കൽ തല ഗ്രാൻഡ് ആണ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് ആണ് കേട്ടോ. ഏതാണ്? മിഡ് നൈറ്റ്സ് ആണ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണ്? ദിസ് മൊമെന്റ് ആണ്. ഏതാണ്? ദിസ് മൊമെന്റ് ആണ്. ഓക്കെ. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തില് പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ഏതാണ്? ന്യൂയോർക്ക് ടൈംസ് ആണ്. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് നേടിയ AI അവതാരക ആരാണ്? സനയാണ്. സന. 2024 യുനെസ്കോയുടെ മാധ്യമ സ്വതന്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗാസയിലെ വംശഹത്യ റിപ്പോർട്ട് ചെയ്ത പലസ്തീൻ മാധ്യമ പ്രവർത്തകർക്കാണ്. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച 2 പതിറ്റാണ്ടായി ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻ സാഹിത്യകാരനാണ് ബാസിം ഗണ്ടാഗ്ജി. ആരാണ് ബാസിം ഗണ്ടാഗ്ജി? നോവൽ ഏതാണ്? എ മാസ്ക് ദ കളർ ഓഫ് ദ സ്കൈ. ഓക്കെ. 2024 നവംബറിൽ വിടവാങ്ങിയ ലോക പ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ വ്യക്തിയാണ് ക്വിൻസി ജോൺസ്. ആത്മകഥ ക്യൂ ആണ്. 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ജാപ്പനീസ് സംഘടനയാണ് നിഹോൺ ഫിഡാൻകോ ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻ. അതാണ് നിഹോൺ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത എന്താണ്? ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവർക്ക് ഹിബാകുഷികൾക്ക് 1956 രൂപീകൃതമായ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത്. നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത്. 2024 ബുക്കർ പുരസ്കാരം ലഭിച്ച ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവൽ എഴുതിയത് ആരാണ്? അത് സാമന്ത ഹാർവിയാണ്. സാമന്ത ഹാർവി. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ഹാൻകാങ് ആണ് കേട്ടോ. ഹാൻകാങ് ആണ് ദക്ഷിണ കൊറിയ. ഓക്കെ. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ഹാൻകാങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഹാൻകാങ്ങിന് 2016 മാൻ ബുക്കർ പുരസ്കാരത്തിന് അർഹമാക്കിയ പ്രശസ്ത നോവലാണ് ദ വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. എന്താണ് ദ വെജിറ്റേറിയൻ? മൈക്രോ ആർഎൻഎയുടെ കണ്ടുപിടുത്തം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്ക് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവർ ആരൊക്കെയാണ്? വിക്ടർ അബ്രോസും ഗാരി റോവിൻകിനുമാണ് കേട്ടോ. ഗാരി റോവിൻകിനുമാണ്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീൻ ഘടകങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവര് ആരൊക്കെയാണ്? ഡേവിഡ് ബേക്കറും ഡെമിസ് ഹാസബിസും ജോൺ ജമ്പറുമാണ് നേടിയത്. ഓക്കെ, മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായി നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിന് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻറ്റനുമാണ് കേട്ടോ. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിവൃദ്ധിയിലെ വ്യത്യാസങ്ങളെ കുറിച്ചുള്ള ഗവേഷണത്തിന് 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചവരാരൊക്കെയാണ്? ഡാരൻ അസമോഗ്ലുവും സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസണുമാണ്. 2024 71ാമത് ലോകസുന്ദരി മത്സരത്തിന്റെ വേദി മുംബൈയാണ്. ആരാണ് ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? അത് ക്രിസ്ത്യാന പിസ്കോവയാണ് കേട്ടോ. എവിടുത്തെ കാര്യമാണ്? ചെക്ക് റിപ്പബ്ലിക് ആണ്. ഓക്കെ, AI പ്ലാറ്റ്ഫോമായ ഹാൻവു AI സൃഷ്ടികൾക്കായിട്ട് നടത്തിയ ആദ്യ സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് കെൻസ ലൈലി. എവിടത്തെയാണ്? മൊറോക്കോ. ഓക്കെ, 71ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺ ഹെയ്മർ ആണ്. മികച്ച നടൻ ഏതാണ്? കിലിയൻ മർഫിയാണ്. അതുപോലെ തന്നെ മികച്ച നടി ആരാണ്? ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്. ആരാണ്? ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്. മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. ഓക്കെ, ഇതാണപ്പോ 2024 അവാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും ഇത് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്, കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ് അല്ലെ? നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ, അങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം.